Hello students. ഹാലോ അരീൻസിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹാലോ ബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹാലോ ബെൻസീൻ? ഒരു ബെൻസീൻ റിങ്ങിനോട് ഒരു ഹാലോജൻ ആറ്റം മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടാണ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹാലോ ബെൻസീൻ. ഫോർ എക്സാമ്പിൾ ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ എക്സിട്ര. സോ ഇവിടെ ബെൻസീൻ റിങ്ങിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് ഹാലോജൻ ആറ്റമാണ്. സോ ഹാലോജൻ ആറ്റം ഡിസൈഡ് ചെയ്യുന്ന പൊസിഷനിലെ ഹൈഡ്രജനെ മാത്രമേ ഇൻകമിംഗ് ഇലക്ട്രോഫൈൽസ് റീപ്ലേസ് ചെയ്യുകയുള്ളൂ. ഹാലോജൻ ആറ്റം ഇസ് ആൻ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്. സോ ഹാലോ ബെൻസീൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഓരോ റെസൊണൻസ് സ്ട്രക്ചേഴ്സിലെയും റിങ്ങിൽ നെഗറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് 2 ഓർത്തോ പൊസിഷൻസിലും ഒരു പാരാ പൊസിഷനിലുമാണ്. ആൻഡ് ദ ഇലക്ട്രോഫൈൽ ഇസ് ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്. ഇറ്റ് വിൽ അറ്റാക്ക് അറ്റ് ദ ഇലക്ട്രോൺ റിച്ച് സെൻറ്റർ. ഇവിടെ നെഗറ്റീവ് ചാർജ് എന്നുള്ളത് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ സെൻറ്ററിനെയാണ്. സോ അത്തരം പൊസിഷനിലായിരിക്കും ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ ഹാലോ ബെൻസീൻ്റെ 2 ഓർത്തോ പൊസിഷനിലും ഒരു പാരാ പൊസിഷനിലും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നതിന് കാരണം ബെൻസീൻ റിങ്ങിനോട് ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാലോജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ റിലീസിംഗ് നേച്ചറാണ്. സോ ഹാലോ ബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ 2 ചാൻസ് ആണുള്ളത്. ഒന്നുകിൽ ഇൻകമിംഗ് ഇലക്ട്രോഫൈലിന് ഓർത്തോ പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യാം. ദാറ്റ് ഈസ് the halogen atom in the benzene ring will direct the incoming electrophile to ortho or para position. Thus we will get the product as a mixture. അതിലെ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. അതിന് കാരണം പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റിൽ സബ്സ്റ്റിറ്റ്യൂൻസ് തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻസ് കുറവായിരിക്കും. ഇനി ഹാലോ ബെൻസീൻ്റെ ഓരോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും എങ്ങനെയാണെന്ന് ഓരോന്നായി നോക്കാം. ഇവിടെ ഓരോ റിയാക്ഷനും ക്ലോറോ ബെൻസീനെ യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ഹാലോജനേഷൻ. ഇവിടെ ക്ലോറിനേഷൻ ആണ് ചെയ്യുന്നത്. സോ ദ റിയേജന്റ് is chlorine in the presence of anhydrous FeCl3. Chlorobenzene reacts with chlorine in the presence of anhydrous FeCl3, that is anhydrous ferric chloride, to form a mixture of 1,4-dichlorobenzene and 1,2-dichlorobenzene. ഇതിലെ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. പ്രോഡക്ട്സിൽ ഏതെങ്കിലും ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ പൊസിഷൻ 1 എന്ന് അസ്യൂം ചെയ്തിട്ടാണ് സെക്കൻഡ് ക്ലോറിൻ ആറ്റത്തിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ നൈട്രേഷൻ. Chlorobenzene, when treated with the concentrated nitric acid and concentrated sulfuric acid to form a mixture of 1-chloro-2-nitrobenzene and 1-chloro-4-nitrobenzene. ഇതിലെ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. പ്രോഡക്ട്സിൽ ക്ലോറിൻ ആറ്റത്തിൻ്റെ പൊസിഷൻ 1 എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നൈട്രോ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഒരു കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് നൈട്രോബെൻസീൻ. നെക്സ്റ്റ് റിയാക്ഷൻ സൾഫോണേഷൻ. ക്ലോറോബെൻസീൻ വെൻ ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഫോം എ മിക്സ്ചർ ഓഫ് 2-chlorobenzene sulfonic acid and 4-chlorobenzene sulfonic acid. ഇതിലെ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. പ്രോഡക്ട്സിൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്, അതായത് SO3H ഗ്രൂപ്പിൻ്റെ പൊസിഷൻ 1 എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ക്ലോറിൻ ആറ്റത്തിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. നെക്സ്റ്റ് റിയാക്ഷൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ, ദാറ്റ് ഈസ് ആൽക്കൈലേഷൻ. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് മീഥാൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് methyl chloride ആണ്. Chlorobenzene reacts with the methyl chloride in the presence of anhydrous AlCl3 to form a mixture of 1-chloro-2-methylbenzene and 1-chloro-4-methylbenzene. ഇതിലെ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. ഇവിടെ പ്രോഡക്ട്സിൽ
ക്ലോറിൻ ആറ്റത്തിൻ്റെ പൊസിഷൻ 1 എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ and the reagent is acyl chloride in the presence of anhydrous AlCl3. Chlorobenzene reacts with the acyl chloride in the presence of anhydrous AlCl3 to form a mixture of 2-chloroacetophenone and 4-chloroacetophenone. ഇവിടെ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്ട്സിൽ അസാൽ ഗ്രൂപ്പിൻ്റെ അതായത് CH3CO ഗ്രൂപ്പിൻ്റെ പൊസിഷൻ 1 എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ക്ലോറിൻ ആറ്റത്തിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് അസറ്റോഫിനോൺ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിലേറ്റഡ് ടു ദ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ഹാലോ അരീൻസ്. I hope you understood the topic. Okay, thank you.